ഇന്നൊരു ഹാപ്പി മോർണിംഗ് ആണ് കേട്ടോ. കാരണം ഇന്ന് സാധാരണ ഞാൻ ഈ സമയത്ത് എഴുന്നേറ്റ് വരത്തേ ഉള്ളൂ. ഇന്ന് പക്ഷെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ ചൂടെടുത്ത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ കിടന്നുറങ്ങി കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുക ചെയ്യാറ്. പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത് ഇപ്പോഴും അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലപോലെ കിടന്നുറങ്ങാൻ പറ്റി. അതുകൊണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഞാൻ എൻ്റെ പണികളെല്ലാം ഒതുക്കി വെച്ച് കേട്ടോ. എഴുന്നേറ്റ് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ ചെയ്ത് തീർത്തു. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇടാനുള്ള വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു, ബാക്കി കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു നാളെ കുറച്ച് നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും വരുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുക. അതപ്പോൾ ഇന്ന് 7 മണിക്ക് വരും. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോ കുറച്ചൊരു സെൻസിറ്റീവ് കണ്ടന്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്നെ വിളിക്കുന്ന ഞാൻ വിചാരിച്ചു. അങ്ങനെ ആരെങ്കിലും ഈ ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിലെ ആരെങ്കിലും ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അവരുടെ കോൾ റെക്കോർഡ് അടക്കം സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ ചെയ്യാനായിരുന്നു കേട്ടോ എൻ്റെ തീരുമാനം. എന്താണെങ്കിലും അവരുടെ തെറ്റുകളൊക്കെ അവർക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ പ്രതികരിക്കാഞ്ഞ്. അപ്പോൾ അങ്ങനെ തെറ്റുകളൊക്കെ മനസ്സിലായെങ്കിൽ നല്ലപോലെ ഒന്ന് കർത്താവിനെ വിളിച്ചോ. അത്രമേ ഞാൻ ക്യാമറ തിന്നാൻ വന്നുകൊണ്ടിരുന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്ക് ക്യാമറയിലാണ് കേട്ടോ എടുക്കുന്നത്. എനിക്കിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കാണത്തില്ല, എന്താ പറയുക, എങ്ങനെയാ വീഡിയോസ് എടുക്കുന്നതെന്ന്. ഞാനിപ്പോൾ അത് നോക്കാൻ പോയപ്പോഴാണ് കണ്ടേ. അപ്പം വെൽക്കം ടു റിയ സോണി യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ പേര് റിയ എന്നാണ് കേട്ടോ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊഴുക്കട്ടയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് നൈറ്റ് ഞാൻ സ്വപ്നം കണ്ടത് കൊഴുക്കട്ട. ഞങ്ങളുടെ മമ്മി ഇങ്ങനെ എന്നെ വന്ന് വിളിക്കുന്നു, എഴുന്നേക്ക് രാവിലെ എഴുന്നേക്കെന്ന് പറഞ്ഞ് മമ്മി വിളിച്ചിട്ട് കൊഴുക്കട്ട ഇരുന്നേ. എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇപ്പം സത്യമാകുന്നുണ്ടെന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ ഞാൻ സ്വപ്നം കണ്ട സാധനങ്ങൾ ദോശ ഒന്ന് അലക്കാതിരിക്കാ ഒച്ചപ്പാട്. അപ്പം കൊഴുക്കട്ടയാണ്. അപ്പം നമുക്കത് കഴിക്കാൻ പോവാം, നിങ്ങളെ കൂടെ കാണിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാന്ന്. ഓക്കെ, നമുക്ക് പോവാം. നമ്മുടെ നല്ല അടിപൊളി കൊഴുക്കട്ട ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മധുരം വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കുന്നതാണ്. അപ്പം അതേന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് എടുക്കാൻ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പണ്ട് എനിക്ക് ഈ സാധനം ഒട്ടും ഇഷ്ടമില്ലായിരുന്നേ, പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ എന്ത് കഴിച്ചാലും എന്ത് തന്നാലും ഞാൻ കഴിക്കും. എല്ലാം ഇല്ല, ഒരു സാധനം ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിൽ ഉണ്ടാക്കി ഞാൻ കഴിക്കൂല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മൾ എന്ത് സാധനം കഴിക്കുമ്പോഴും ഫസ്റ്റ് ബൈറ്റ് നല്ല ആസ്വദിച്ച് കഴിക്കണം. ഫസ്റ്റ് ബൈറ്റിലും ലാസ്റ്റ് ബൈറ്റിലും കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് എൻഹാൻസിങ് ഇല്ലേ, അത് നമുക്ക് വേറെ ഒരു ബൈറ്റിലും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കട്ടെ. അടിപൊളി. ഞങ്ങളുടെ മമ്മിക്ക് വല്ല ഹോട്ടലിൽ ഇട്ടൂടെ? ഞാൻ ചെയ്യുന്ന വിചാരിക്കും. സൂപ്പർ. ഞാൻ കഴിച്ചിട്ട് വരാവേ. ഒരെണ്ണം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പൊളിച്ചിട്ട് കാണിച്ചു തരാം. നിൽക്കേ. ഓ, കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മൊത്തത്തിലൊരു സന്തോഷമുണ്ട്. നിങ്ങൾക്കത് എൻ്റെ മുഖത്ത് മനസ്സിലാവുന്നുണ്ടോ? ഒരു മൊത്തത്തിൽ ഒരു ജിൽ സന്തോഷമുണ്ട്. എന്തേലും ആട്ടെ. ഇനി ഇപ്പം നമുക്ക് ചെയ്യാനുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എനിക്ക് 2-3 റീൽ എടുത്താൽ കൊള്ളാറുണ്ട്. കുറച്ച് ട്രാൻസിഷൻ റീൽസ് എടുത്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ നല്ല പാട്ടൊന്നും കിട്ടുന്നില്ല. നമുക്ക് നോക്കാം. പിന്നെ കോഷു എന്തോ ഡാൻസ് റീൽ എടുക്കാന്നൊക്കെ പറയട്ട്, അതെനിക്കറിയത്തില്ല അത് എത്രത്തോളം വിജയിക്കുന്നു. എനിക്ക് അതിന് മാത്രമുള്ള കഴിവൊന്നുമില്ല. നമുക്ക് നോക്കാം, അതും നോക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എന്താ വിശേഷം? എന്താണ് വിശേഷം? ദോശ സംഗീതം ഒന്ന് അവിടെ നിർത്താമോ? പക്ഷെ പാട്ടും പാടിയിരിക്കുകയാണ്. നാളെയോ മറ്റോ നമുക്ക്
എല്ലാവരെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം. നാളെ സൺഡേ ആണ് കേട്ടോ. സൺഡേ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആണ് വരുന്നത്. അയ്യോ, എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് സൺഡേ വരിക. ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മൺഡേ ആയിരിക്കും വരിക. അങ്ങനെ 3 ദിവസത്തിൻ്റെ 2 ദിവസത്തിനെയാണ് വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ വരിക കേട്ടോ. പിന്നെന്താണ് വിശേഷം? പിന്നെ കോശുവിനെ നമുക്ക് 8ാം ക്ലാസ്സിൽ ചേർക്കാൻ പോകണം. ഞാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വ്ലോഗ് തന്നെ നമുക്ക് എടുക്കണം. ഈ മുതലിനെ 8ാം ക്ലാസ്സിൽ ചേർക്കണ്ടേ? ഇങ്ങനെ വാ. കോശുമോനെ 8ാം ക്ലാസ്സിലോട്ട് ചേർക്കാൻ വേണ്ടി പോകണം കേട്ടോ, അഡ്മിഷന് വേണ്ടിയിട്ട്. അതിന് പോകണം. അതിന് ഞാനും കൂടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വ്ളോഗ് എടുക്കാമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ഞാൻ ഹോസ്റ്റലിലാണ്, ബാംഗ്ലൂരിലുള്ള ടൈം. ഇവിടുന്ന് എനിക്ക് കോശു എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. കോശുവിന് അങ്ങനെയാണേ, അവൻ എന്തെങ്കിലും കുറച്ചൊരു ഇതായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അവൻ ഇങ്ങനെ കുറച്ച് ഫോർമാലിറ്റി ഒക്കെ കാണിക്കും. കാര്യം പറയട്ടെ, ദേഷ്യപ്പെടുവോ, വഴക്ക് പറയുവോ, പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരുടെയും കൂടെ പേര് പറയാവോ, അവരൊക്കെ കുറേ നാളായി ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കെട്ടി പേരയച്ചു തന്നേ. എന്നിട്ട് പക്ഷെ അന്ന് ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ കോശിനോട് പറഞ്ഞു, പിന്നെ പോടാ, അയ്യേ അങ്ങനെയൊക്കെ പറയുന്ന മോശവാ എന്തൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടാവും തോന്നുന്നു വീഡിയോയിലൊക്കെ വരാൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് അവരെയൊക്കെ വ്ളോഗിൽ കൊണ്ടുവരാം കേട്ടോ. അവരൊക്കെ എന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് കോശി ഇടയ്ക്ക് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരൊക്കെ ഒന്ന് കാണാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ വട്ടം ഞാൻ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പുറത്ത് അകപ്പാട് കോശിനെ കൊണ്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ പോയി. അല്ലാണ്ട് ഞാൻ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ്. നമുക്കൊരു ഗിവ് അവേ കൊടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. പ്രൊഡക്റ്റുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും എന്ന് പറയുന്ന പോലെ പ്രൊഡക്റ്റുകൾ കൂമ്പാരമായിരിക്കുന്നു. ഇനി പരിപാടി ഗംഭീരമായാൽ മതി. ഇനിയിപ്പോൾ നമുക്കൊരു ഗിവ് അവേ വെക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഇപ്പം എന്ത് ചെയ്യണം, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്കും ചെയ്യണം. ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. വ്യൂസ് ഉണ്ട് പക്ഷെ ലൈക്ക് ഇല്ല. എന്താണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്താൽ കൈക്ക് എന്തോ ഷെയർ പോവും. ലൈക്ക് ചെയ്യ അങ്ങോട്ട്. വെറുതെ പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ മൈക്ക് കുറേ നേരമായി കളിക്കുന്നു. അടങ്ങിയിരിക്കൂ. ചില സമയത്ത് എൻ്റെ കൈ ഇങ്ങനെ മിരിമിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഒന്ന് വിചാരിക്കരുത്. പിന്നെയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു 7 ദിവസം പോലും കംപ്ലീറ്റ് ആക്കാതെ ഞാൻ അങ്ങ് പോവുമായിരിക്കുന്നത്. പക്ഷെ 10 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാവോ, പണ്ട് ഷോർട്സ് ഒക്കെ അല്ലായിരുന്നു ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷോർട്സ് മാത്രമല്ലായിരുന്നു ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഷോർട്സ് ഇടുന്നുണ്ട്, ലോങ് വീഡിയോസ് ഇടുന്നുണ്ട്. സോ എൻ്റെ പണി ഇരട്ടിയായി. 5 ഷോർട്സ് എടുത്ത് എഡിറ്റ് ചെയ്യുന്നതിൽ സമയം വേണം നമുക്കൊരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത്ര എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ, അതേപോലെ ലൈക്ക് ചെയ്യേ, പിന്നെ ഷെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യേ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വീഡിയോ കണ്ടുകൊണ്ടിരിക്കൂ, സ്കിപ്പ് അടിക്കാതെ കണ്ടുകൊണ്ടിരിക്കൂ. നിങ്ങൾ സ്കിപ്പൊന്നും അടിക്കില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ മെസ്സേജ് വന്നിട്ട് അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഇപ്പം നമ്മുടെ ക്ലാസ് ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ പോലെടാ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. കുറച്ച് പച്ചപ്പൊക്കെ കാണുമ്പം കണ്ണിന് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നു. അത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മൾബറി പറിക്കാൻ പോകാം. നമുക്കിവിടെ കുറച്ച് മൾബറി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് ഒത്തിരി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് 1 or 2 വല്ലതൊക്കെ കിട്ടും. അപ്പം നമുക്കത് പറിക്കാൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എനിക്കൊന്ന് പഴുത്തത് കാണുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ കുഴൽക്കിണറുള്ള അല്ലെങ്കിൽ നമ്മുടെ കുഴൽക്കിണർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നമ്മുടെ മിഷൻ പെരയുണ്ടല്ലോ, മറ്റേ ഷീറ്റ് അടിക്കുന്നത്, അതിൻ്റെ അവിടെ ആയിട്ടാണ് നമുക്ക് മൾബറി ഉള്ളത്. പോയി നോക്കാം അവിടെ ഉണ്ടോന്ന്. കുറച്ചൊരു ഷേക്കിംഗ് ആണ്. ഞാൻ ജിമ്പൽ എടുത്തിട്ടില്ല. ജിമ്പലിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എടുത്തോണ്ട് നടക്കാൻ അത്ര സുഖമില്ല എന്നല്ല, കൈക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പം നമുക്ക് നോക്കാം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കിണറുള്ളത്. നിങ്ങൾ മണ്ടയ്ക്ക് കാണുന്നുണ്ടോ? അത് നമ്മുടെ കിണറാണ്. വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കിണറുള്ളത്. ഇതാണ് നമ്മുടെ മിഷൻ പെര.
ഇതാ ഇവിടാണ് നമ്മുടെ മൾബറി ഉള്ളത്. ഇതവിടെ മൾബറിയുടെ മരമാണ് കേട്ടോ. നമുക്കവിടെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഞാനിവിടെ ഒന്ന് കണക്ട് ചെയ്യട്ടെ, എന്നിട്ട് വരാം. അപ്പം ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൾബറി ഉണ്ടോ നോക്കാം. ഉണ്ട് കേട്ടോ, പക്ഷേ അതൊരു റെഡാ. നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, വേല സമ്മതിക്കുന്നില്ല. ഇത് കണ്ടോ, റെഡാണ് കേട്ടോ. അപ്പം റെഡിന് ഭയങ്കര പുളിയാണ്, ബ്ലാക്കിനാണ് പുളി ഇല്ലാത്തത്. മൾബറി കഴിക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ റെഡാണ്. റെഡ് നമുക്കിപ്പോൾ പറിക്കണ്ട, അത് കുറച്ചൊന്ന് ബ്ലാക്ക് ആവട്ടെ. ബ്ലാക്ക് ഇവിടെ വല്ലതും ഉണ്ടോ ഒന്ന് നോക്കാം. കുറച്ച് വാഴയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വെക്കുന്നത്. കിട്ടി കിട്ടി കിട്ടി, ഒരെണ്ണം ഉണ്ട്. കണ്ടോ എന്ത് രസമാണ് നിൽക്കുന്ന കാണാൻ, കണ്ടോ. അപ്പം ഈ ഉള്ള ഒരെണ്ണം നമുക്ക് പറിച്ചെടുക്കാവേ. പോയി പോയി പോയി. ഓക്കെ, ഒരെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല മധുരം ഉണ്ടാവേ. ഉറുമ്പ് ദേ മണ്ടയ്ക്ക് ഒരെണ്ണം ഉണ്ട്, അതുകൂടെ നമുക്ക് പറിക്കാം. അപ്പം ഇത് അടുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് അധികം ഉണ്ട്, പക്ഷേ പഴുത്തത് ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരെണ്ണം മാത്രം ഇങ്ങനെ പറിക്കാം. യെസ്, അപ്പം നമുക്ക് 2 മൾബറി കിട്ടിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ. അപ്പം ഇത് ഒരെണ്ണം ഞാനും കഴിക്കാം, ഒരെണ്ണം കൊശുമോനും കൊണ്ടേ കൊടുക്കാം. പിന്നെ മണ്ടയ്ക്കെങ്ങാണ്ടുണ്ടോ, അത് പറിക്കാൻ ഒക്കത്തില്ല. അപ്പം നമുക്കിതും കൊണ്ട് കയറിപ്പോവാം. ഒരെണ്ണം ഞാൻ നിങ്ങളെ കഴിച്ച് കാണിക്കാം. എന്ത് പറയുന്നു? ഗുഡ് ഐഡിയ അല്ലേ? റോഡ് സൈഡാണ് കേട്ടോ നമുക്കിത് നിൽക്കുന്നത്. അപ്പം ഇത് കഴിക്കാൻ പോണ, കഴുകൊന്നും വേണ്ട. പിന്നെ കഴുകിയിട്ടൊക്കെയാണോ ആൾക്കാർ എല്ലാം കഴിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ബാക്കിയെല്ലാം കഴുകിയിട്ട് കഴിക്കണേ. ഇത് നമ്മുടെ പറമ്പിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കഴുകാണ്ട് കഴിക്കുന്നത്. നല്ല പഴുത്തയോ, കോശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം അവനും കൊടുക്കാം. അപ്പം ഇവിടാണ് കേട്ടോ നമ്മുടെ കുഴൽക്കിണറുള്ള. ഇവിടെ കാണുന്നുണ്ടോ? ദേ ഇവിടെയാണ്. ഇത് റോഡാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ, കുഴൽക്കിണറിലെ വെള്ളം നമ്മൾ കുടിക്കാനൊന്നും എടുക്കുന്നില്ല. കുടിക്കാനൊന്നല്ല, ഒന്നിനും പറമ്പ് നനയ്ക്കാനല്ലാണ്ട് വേറെ ഒന്നിനും എടുക്കുന്നില്ല. കിണറ്റിലെ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവിടെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലമല്ല, വറ്റിയിട്ടില്ല, എന്നാലും കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. അപ്പോഴൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ കുഴൽക്കിണർ കുത്തിയത്. പക്ഷേ ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലമായിട്ട് അത്യാവശ്യം വെള്ളം ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളുടെ മമ്മിയോടും അമ്മച്ചിയോടും അങ്ങനെ വെള്ളം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും വെള്ളം ഇല്ലെന്ന് കേട്ടോ. അവർക്ക് ഇത്രയും വെള്ളമൊന്നും പറ്റൂല. എന്തുവാ? പനിക്കൂർക്കയാണ്. കൊശുമോൻ വന്നിട്ടുണ്ട്, കൊശുമോന് നമുക്ക് കൊടുക്കാം. കൊള്ളാവോ? കയ്യിലൊക്കെ കളറായി. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത്രയും നേരം ഫോണ് തന്നെ നോക്കിയിരുന്നിട്ട് എനിക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെസ് പോലെ ഫീൽ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇച്ചിരി നേരം കിടക്കാം. ഇനി 10:30-ക്കാണ് കേട്ടോ ക്ലാസ് തുടങ്ങുന്നത്. അയ്യോ, മൈക്ക് എടുത്തില്ല. അപ്പോൾ 10:30-ക്കാണ് ഇനി ക്ലാസ് തുടങ്ങുന്നത്. അതിനു മുമ്പ് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് കിടക്കാം. കണ്ണിൽ വല്ല ഐസ് ക്യൂബോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. കണ്ണിന് ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. അപ്പം ഞാനിപ്പോൾ കണ്ണാടി അങ്ങനെ അധികം വെക്കാറില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്താണേലും എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ച് നേരം കണ്ണടച്ച് കിടക്കാം. അപ്പം വീഡിയോ അത്രേ ഉള്ളൂ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ല. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.